മുഅ്മിനെ പേടിപ്പിക്കാൻ പറ്റുമോ? എന്നിട്ട് ഞെട്ടിച്ചിട്ട് പാടുണ്ടോ? ഇല്ല. ഭാര്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സർപ്രൈസ് ആയിട്ടാണോ പോകേണ്ടത്? അല്ല, നേരത്തെ അറിയിക്കണം. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്, കമ്മിങ് ടു ദെയർ, അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഒരു അരമണിക്കൂറിനുള്ളിൽ വിൽ ബി റീച്ച്ഡ് ദെയർ, അവിടെ എത്തും, നിസ്കാരം ബാക്കിയുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് വരും. നേരത്തെ അറിയിക്കണം. സർപ്രൈസ് ആയിട്ടൊന്നുമല്ല പോകേണ്ടത്. ഞെട്ടിക്കരുത്, ആരെയും ഞെട്ടിക്കരുത്. ഈയിടെ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നല്ലോ, അങ്ങനെ ഭാര്യയൊക്കെ സർപ്രൈസ് ആയിട്ട്, ആ പെണ്ണ് അറ്റാക്കായിട്ട് മരിക്കുകയും ചെയ്തു. ഒരു നിലക്കും പ്രയാസപ്പെടുത്തുക. പുരികം കൊണ്ട് കളിയാക്കൽ വരെ ഇസ്ലാമിൽ ഹറാമാണ്. അയാൾ വലിയ ആള്, ഇപ്പം വലിയ ആള് സംഭവം, അങ്ങനൊന്നും പറയാൻ പാടില്ല, പറ്റൂല. ഒരു മനുഷ്യനെയും നമ്മൾ വിഷമിപ്പിക്കരുത്, ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല, ഒരാളെയും വേദനിപ്പിക്കരുത്. ഇസ്ലാമിലത് പാടില്ല. ഒരാളെയും വഞ്ചിക്കരുത്, ഒരാളോട് കളവ് പറയരുത്, വാക്ക് പറഞ്ഞാൽ ലംഘിക്കരുത്. നല്ല മുസ്ലിമായിട്ട് ജീവിക്കണം. ഇപ്പം പുതിയ കാലത്ത് വന്നൊരു നിലപാടും കൂടിയാണ് എന്ത്, കുറേ ചൊല്ലലും എന്താ പറയുക ദിക്റും അതൊക്കെയാണ് ഭയങ്കര ഇസ്ലാം എന്ന് തോന്നിപ്പോയ ഒരു കാലം കൂടിയാണ് ഈ കാലം. അപ്പോഴും കടപ്പാടുകളിൽ കുറേ പ്രശ്നം ഉണ്ടാവും. ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്ന ഉപ്പാനെ, ഭാര്യൻ്റെ ഉപ്പാനെ, ഭാര്യൻ്റെ ഉമ്മാനെ, അങ്ങനെ ഒരുപാട് വിഷമിപ്പിക്കുന്നവർ. ഇതൊന്നും നമുക്ക് അനുവദനീയമല്ല ശരിക്കും. ഞാനങ്ങനെ ഉസ്താദ്, ഞാൻ ആരോടും ദേഷ്യം പിടിച്ചു പോകും, പറ്റൂല. ലാ തഗ്ളബു വലക്കൽ ജന്ന, ദേഷ്യപ്പെടരുത്, എങ്കിൽ അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഫുൽ അദാ, കഫുൽ അദാ, എൻ്റെ അടുത്തുനിന്ന് ഒരു ബുദ്ധിമുട്ട് വേറൊരാൾക്ക് ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധം ഉണ്ടാവണം. ഇപ്പം നമ്മൾ ഒരുമിച്ച് കൂടിയത് റിഫായി ശൈഖ് റളിയല്ലാഹുവിൻ്റെ പേരിലാണ്. എന്തെല്ലാമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ വേണമെന്ന് പഠിപ്പിച്ചത്, അത് തൻ്റെ ജീവിതത്തിൽ ആവുന്നതിൻ്റെ പരമാവധി പ്രാക്ടിക്കലി കൊണ്ടുവന്ന ആളാണ് സയ്യിദുന അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണെന്നറിയോ? റിഫായി ശൈഖിനെ കുറിച്ച് മനാഖിബുകൾ വായിക്കുമ്പോൾ നമുക്ക് കിതാബുകളിൽ കാണാം, വഴിയിലുള്ള വേസ്റ്റുകളൊക്കെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എടുത്ത് ഒഴിവാക്കും, എന്നിട്ട് കൈ കഴുകും. ഒരു വട്ടവും രണ്ടു വട്ടവും ഒന്നുമല്ല, സ്ഥിരം ഇതന്നെയാണ് പരിപാടി. അപ്പം ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദ് എന്ത് ഈ പരിപാടി? എപ്പം നോക്കിയാലും ഉസ്താദിൻ്റെ കൂടെ നടന്ന ഉസ്താദ് വേസ്റ്റ് എടുക്കുന്നു, ഒന്ന് ഉസ്താദിൻ്റെ കൈക്കൊക്കെ ആകെ വേസ്റ്റായി, അത് കഴുകുന്നു, എന്താ ഉസ്താദ് ഇങ്ങനെ? അതിന് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താണോ? ഈ കൈ അള്ളാഹു തന്നത് മുതൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഇബാദത്ത് അതന്നല്ലേ മക്കളെ, അതല്ലേ ഉണ്ടോ, അതന്നല്ലേ ഏറ്റവും വലുത്. കഫുല്ലതാ, ഞാനാരെയും ബുദ്ധിമുട്ടിക്കൂല എന്നുള്ളത് മാത്രമല്ല, എന്നെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്ക്, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഈ വഴിയിലൂടെ പോകുന്ന ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയിട്ട് അതൊക്കെ വൃത്തിയാക്കുകയാണ്. കണ്ടോ, അങ്ങനെ ജീവിച്ച ആളാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ. പഠിക്കുന്ന ഒരാൾ റിഫായി ശൈഖിനെ കുറിച്ച് 30 കാര്യങ്ങൾ കിതാബിലുണ്ട്. അതിൽ 1-2 ഇങ്ങനെ പറഞ്ഞു പോവുക. ഒന്ന്, ആര് രോഗിയുണ്ട് എന്ന് പറഞ്ഞാലും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് എത്തും. അത് തൻ്റെ യൂണിറ്റ് സർക്കിള് സോണൊന്നും അവിടെ നിന്നൊന്നുമില്ല, ഉമ്മു അബീദ എന്ന നാടിൻ്റെ പുറത്താണെങ്കിലും അവിടെ എത്തും. അവിടെ എത്തിയിട്ട് ആ രോഗിക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കും. കിതാബുകൾ പറയാണ്, ആ രോഗിയുടെ വസ്ത്രം അലക്കി കൊടുത്തിട്ടാണ് മിക്കപ്പോഴും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരിക. വസ്ത്രം അലക്കി കൊടുക്കും. കണ്ടോ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തൊരു പരിപാടി, കാഴ്ചയില്ലാത്ത ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ അവരുടെ കൈ പിടിച്ചിട്ട് പോകും. എവിടെയാണോ അയാൾക്ക് എത്തേണ്ടത് അവിടെ എത്തിക്കുകയും ചെയ്യും. എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കും. കാഴ്ചയില്ലാത്ത ഒരാളുടെ കൈ പിടിച്ചിട്ട് 40 സ്റ്റെപ്പ് നമ്മൾ നടന്നാൽ ആ 40ാമത്തെ സ്റ്റെപ്പ് പൂർത്തിയാകുന്ന ആ സ്പോട്ടിൽ ഇതുവരെ നമ്മൾ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ തെറ്റും അള്ളാഹു പുറത്തു തരും.
നമുക്കും സാധ്യതകളൊക്കെ ധാരാളം ഉണ്ട്. പിന്നെ നമ്മൾ തിരക്ക് പിടിച്ചിട്ടും തിരക്ക് അഭിനയിച്ചിട്ടും ജീവിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അഥവാ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ക്യാമറമാൻ സെറ്റായിട്ടുണ്ടാവും. ഇതാണ് നമ്മളൊരു പ്രശ്നം തന്നെ. ക്യാമറയും ലൈവൊന്നും ഇല്ലെങ്കിൽ ഒരു സുഖം കിട്ടാത്ത പരിപാടിയാണ് ഇപ്പോഴത്തെ ഒരു കാലേ. റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു കാട്ടിൽ പോയിട്ട് വിറക് ശേഖരിച്ചിട്ട് പാവങ്ങളുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കും. അതാണ് റിഫായ് ശൈഖ് റളിയല്ലാഹുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ ഫോളോ ചെയ്ത വേറെ ഔലിയാക്കളിൽപ്പെട്ട ആൾക്കാരുണ്ടോ എന്ന കിതാബിലൊരു ചർച്ചയുണ്ട്. ജീലാനി തങ്ങൾ റിഫായ് ശൈഖിൻ്റെ ഒക്കെ ജീവിതം നമ്മൾ പഠിക്കേണ്ട തന്നെ അവരുടെ കറാമത്തുകൾ എന്തായിരുന്നു എന്നുള്ളതല്ല. ആ കറാമത്തൊക്കെ അവർക്കുണ്ട്, ശരി. അപ്പോഴും അവർ ചിന്തിച്ചെന്താണെന്നറിയോ? റിഫായ് ശൈഖിൻ്റെ ജീവിതം, ജീലാനി തങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ലൈഫിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഈ ത്വാമാണ്, പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. ജീലാനി ശൈഖ് റളിയല്ലാഹു ഓരോ ദിവസവും റമദാനിൻ്റെ ഓരോ ദിവസവും 30 ആൾക്ക് ഫുഡ് കൊടുക്കും, ഇഫ്താറിൻ്റെ കിറ്റ്. ഇന്ന് കൊടുത്ത 30 ആൾക്കല്ല നാളെ അല്ല മറ്റന്നാൾ, അങ്ങനെ. അപ്പം 30 × 30 900 ആൾക്ക് ഫുഡ് കിട്ടും. പെരുന്നാളായാൽ ഈ 900 ആൾക്കും പെരുന്നാളിൻ്റെ ഡ്രസ്സും കൊടുത്തിട്ടാണ് ഒരു റമദാനിലെ അള്ളാഹുവിലേക്ക് യാത്ര അയക്കുക. ആര്? ജീലാനി ശൈഖ് റളിയല്ലാഹു. ഈ ജീലാനി തങ്ങൾ നമ്മൾ വായിക്കാൻ മറക്കരുത്. റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പൂച്ചനെ ബുദ്ധിമുട്ടിക്കരുത്, കൊതുകിനെ ബുദ്ധിമുട്ടിക്കരുത്, നായനെ പ്രയാസപ്പെടുത്തരുത്. ഇതാണ് അവരുടെ ചിന്ത തന്നെ. കുഷ്ഠരോഗം പിടിച്ച നായക്ക് 40 ദിവസം രാവിലെയും വൈകുന്നേരവും ചികിത്സിച്ചു എന്നൊക്കെ വായിച്ചപ്പോൾ എനിക്കൊക്കെ പണ്ട് തോന്നിയത് മറ്റേ MLT-കാർ ലാബ് ടെക്നീഷ്യൻ ടീമൊക്കെ ഗ്ലൗസെല്ലാം ഇട്ടിട്ട് ബ്ലഡും മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആ ഫീലിങ്ങിലായിരിക്കും കയ്യോറൊക്കെ ഇട്ടിട്ട് ചെയ്തത്. കിതാബ് വായിക്കുമ്പോൾ അല്ലേ മനസ്സിലാവണത് രാവിലെയും വൈകുന്നേരം 7 പ്രാവശ്യം കൈ കഴുകി അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളമായിരുന്നു. 41ാമത്തെ ദിവസം ആ നായ ഒന്ന് കുടഞ്ഞിട്ട് ഉഷാറെല്ലാം തിരിച്ചു വന്നിട്ട് പോകുമ്പോൾ റിഫായ് ശൈഖിൻ്റെ കണ്ണിൽ വരുന്നൊരു സന്തോഷമുണ്ട്. ഇതിനാണ് മതം എന്ന് പറയുക. മതമുള്ള മനുഷ്യൻ ആവുക എന്നുള്ളതാണ്. മനുഷ്യനാവുക എന്ന് പറയുന്നതിൻ്റെ താല്പര്യം നമുക്ക് കേരള യാത്രയിൽ വായിക്കാൻ പറ്റുന്നത്. മനുഷ്യനാവുക, മൃഗാവരുത്, ദേഷ്യപ്പെടരുത്, ചൂടാവരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്, ആരെയും കളിയാക്കരുത്. കളിയാക്കലുകളാണ് പുതിയ കുട്ടികളുടെ ഏറ്റവും വലിയ ട്രെൻഡ്. കുഫറിന് ശേഷം ഉള്ള ഏറ്റവും വലിയ തെറ്റാണ് ഈ ട്രോൾ എന്ന് പറയുന്നത്. മറ്റുള്ള ആളെ കളിയാക്കുക. ഒരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ടീച്ചർ പറയണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു കുട്ടി വേക്കുന്നു, മറ്റേ കുട്ടിയോട് അങ്ങനെ ചെയ്താൽ ഇപ്പോൾ എന്താ പ്രശ്നം? ഇതാണ് പുതിയ. കാരണം അവർ റീൽസുകളിൽ നിന്നും വീഡിയോസ് ഒന്നും കാണുന്ന തന്നെ ഇതാണ്. പിന്നെന്താ അപ്പോൾ അവർ ചെയ്യേണ്ടത്? ആരുടെ ചിരിക്കുന്നു? നമ്മളെന്ത് ചിരിച്ചു? ടീച്ചർ പിന്നെയും ടേൺ ചെയ്ത് ബ്ലാക്ക് ബോർഡിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി പിന്നെയും മറ്റേ. ഇത് ഏറ്റവും ചെറുപ്പകാലത്ത് കുട്ടികളിൽ നിന്ന് നുള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ്. കുഫറിന് ശേഷം 2ാമത്തെ സ്ഥാനത്തുള്ള തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റാണ് മനുഷ്യന്മാരെ പരിഹസിക്കുക എന്ന് പറയുന്നത്. വൈലുൽ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ. പരിഹസിക്കുന്നവർക്കാണ് ഈ നരകം പറഞ്ഞേക്കുന്നത്. കാരണം ഈ കാണുന്ന സാധനമേ കുട്ടികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുള്ളൂ. അത് നമ്മുടെ വീട്ടിലും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ വിഷയം അതല്ലല്ലോ. കഫുല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ആരെയും. വീട്ടിൽ എലിശല്യമുണ്ടായി. എലിശല്യമുണ്ടായാൽ എന്ത് ചെയ്യണം? അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ കിട്ടിയ ഉത്തരം പൂച്ചനെ വാങ്ങിയാൽ മതി. പൂച്ച എല്ലാ എലിനെയും അപ്പാടെ ഫുള്ളായിട്ട് തിന്നോ? ഇല്ല. പൂച്ചൻ്റെ സൗണ്ട് കേട്ടാലും പൂച്ചൻ്റെ പെരുമാറ്റം കണ്ടാലും എലി ഓടും. ഓ അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെ വാങ്ങിയാലോ എന്ന് ആലോചിക്കും. ഈ മഹാൻ ചിന്തിക്കുകയാണ്, ഈ എലി എടുത്തേക്ക് ഓടൽ വീട്ടിൻ്റെ പുറത്തേക്ക്. എന്നിട്ട് അയൽപക്കത്തെ വീടുകളിൽ കയറൂലേ, അപ്പോൾ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാവൂലേ? വേണ്ട, ഞാൻ സഹിച്ചോളാം. അയൽവാസിക്ക് ബുദ്ധിമുട്ടാവണ്ട. മനുഷ്യൻ, ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യന്മാർ. കണ്ടങ്ങള് കഫുല്ലതാ. എൻ്റെ യാത്രയിൽ എന്നെ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടാവരുത്. ചില രാജ്യങ്ങളിലൊക്കെ പോയാൽ നമുക്ക് തന്നെ മനസ്സിലാവും ആ കൾച്ചർ നമ്മളെ നാട്ടിൽ വന്നാൽ എന്ന് ആശിച്ചു പോകും.
ഒരു ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ കയറുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ അവർ കാണിക്കുന്ന ഒരു ക്യൂ, ഒരു സൈഡിലൂടെ ഇങ്ങനെ മാറി എന്ന്. നമ്മളെപ്പോലെ ധൃതി പിടിച്ച് ഓട്ടം കയറ്റമൊന്നും അവിടെ ഇല്ലല്ലോ. നിങ്ങൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഒന്ന് അനുഭവമുള്ളവരോടൊന്ന് വെറുതെ ചോദിച്ചു നോക്കിയേ. ഒരാൾക്ക് പോകാനുണ്ടെങ്കിൽ ഒമാനിൽ വണ്ടി അവിടെ നിർത്തി. നമ്മൾ റോഡ് മുറിച്ച് കടന്നിട്ടില്ലെങ്കിലാണ് അയാൾ ദേഷ്യം പിടിക്കല്. നമ്മൾ ഇവിടെ ആയിട്ട് ഒരാളങ്ങനെ മുറിച്ച് കിടക്കാനോ മറ്റോ അങ്ങനെ ഓൻ്റെ ചെവി പോയിട്ടുണ്ടാവും ഹോൺ അടിച്ചിട്ട്. ആംബുലൻസ് പോകാൻ കാത്തുക്കലാണ് ചുളിവിൽ അതിൻ്റെ വെഹിക്കിലോടായി. എന്നിട്ട് നമ്മൾ അയത്തുത്തൊരീക്ക ഹക്കഹൂന്ന് ഹദീസ് തർക്കീബ് വെക്കുക. നല്ല രസമുണ്ട്. കഫുല്ലതാ, നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഒരാൾക്കും. കൂട്ടുകാരെ, ഇതാണ് മതം എന്ന് പറയണത്. മതം അനുസരിച്ച് ജീവിച്ചു നോക്കിയേ. അങ്ങനെ ഹാജാത്തങ്ങൾ ജീവിച്ചപ്പോൾ മതത്തിലേക്ക് ആരെയും ക്ഷണിക്കേണ്ടി വന്നിട്ടില്ല. ആ ജീവിതം കൊണ്ട് കുറേ പേര് നന്നായി. ജീലാനി തങ്ങൾ ആദ്യത്തെ യാത്ര ആരംഭിച്ചല്ലോ ബഗ്ദാദിലേക്ക്. ആ യാത്ര ആരംഭിച്ചപ്പോൾ വഴിയിൽ നിന്ന് കൊള്ളക്കാര് പിടിച്ച കഥ അറിയാത്ത ആരാ ഉള്ളത് ലോകത്ത്? ഈ കുട്ടിനെ കണ്ടപ്പോൾ മോൻ പോയിക്കോ, മോൻ്റെ അടുത്തൊന്നുമില്ലല്ലോ. ഉണ്ട് എന്നാ കളിയാക്കേന്ന്? അല്ല ഉണ്ട് എന്നാ. എന്തുണ്ട്? സ്വർണ്ണുണ്ട്. എവിടെ ഉണ്ട്? കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഉമ്മ തുന്നിച്ചേർത്തിട്ടുണ്ട്. അവരുടെ നേതാവിൻ്റെ അടുത്തേക്ക് പോയി, ഖാത്തിയുത്തുരീക്ക്, വഴികൊള്ളക്കാരുടെ ലീഡറുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, മോൻ്റെ അടുത്തുണ്ടോ? ഉണ്ട്. എന്തുണ്ട്? സ്വർണ്ണമുണ്ട്. എവിടെ? കുപ്പായത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ സ്വർണ്ണമുണ്ട്. മോൻക്ക് വെറുതെ ഇല്ലയെന്ന് പറയുകയോ രക്ഷപ്പെടുകയൊക്കെ ചെയ്യാൻ എല്ലാ വകുപ്പും ഉണ്ടായിരുന്നല്ലോ. അതെ, പിന്നെന്താ മോൻ നമ്മൾ ഉണ്ടോയെന്ന് വെച്ചിട്ട് സത്യം പറയാനുള്ള കാരണം? ആ കുട്ടി ഒരു ഉത്തരം ആ കുട്ടീൻ്റെ പരിശുദ്ധ നാവിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ ഉത്തരം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാർക്ക് തർബിയത്തിൻ്റെ വാക്കായി. ആ വാക്ക് ആ സ്പോട്ടിൽ ലൈവ് കേട്ട ആൾക്കാർക്ക് ആ സ്പോട്ടിൽ തന്നെ തൗബയുടെ മനസ്സ് കിട്ടി. അന്ന് തന്നെ സ്വത്ത് പിടിച്ചെടുത്തതെല്ലാം തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അന്ന് തന്നെ അവർ സൂഫിയാക്കളുടെ ലോകത്തേക്ക് കടന്നു. അന്നു തന്നെ അവർ ഔലിയാക്കളായി മാറാൻ തുടങ്ങി. അന്നു തന്നെ അവർ മാറി ശരിയായി. അതാണ് ജീലാനി തങ്ങൾ വഴി നന്നായ 1,00,000+ ആൾക്കാരിലെ ആദ്യ സംഘം ആ വഴികൊള്ളക്കാരായിരുന്നു. എന്തായിരുന്നു ആ കുഞ്ഞുമോൻ്റെ നാവിലൂടെ വന്ന വാക്ക്? എൻ്റെ ഉമ്മറിനെ മോനാരോട് കളവറിയല്ലേ മോനെ. എൻ്റെ ഉമ്മറിനെ മോനാരോട് കളവറിയല്ലേ മോനെ. എൻ്റെ ഉമ്മ പറഞ്ഞനെ ഞാനെങ്ങനെ എൻ്റെ ഉമ്മാനെ പറ്റിക്കൽ? കൊള്ളക്കാർ കരയാൻ തുടങ്ങി. ഈ കുട്ടി ഉമ്മാനെ പറ്റിക്കൂലെങ്കിൽ നമ്മളെത്ര കാലമായി അള്ളാനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. കരന അവർ നന്നായി. ഈ എൻ്റെ നാട്ടിൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഷാർജയിലുള്ള കൂട്ടുകാരനാണ്. അയാളുടെ ഭാര്യ വീട്ടിലെ ഒരു അനുഭവം പറഞ്ഞു. അയാളുടെ ഭാര്യ വീട്ടിലെ ഒരു ടാബ് വീണ് പൊട്ടി. ഈ ടാബ് വീണ് പൊട്ടിയപ്പോൾ ഭാര്യൻ്റെ ഉമ്മ ഇവൻ്റെ ഭാര്യൻ്റെ അനുജത്തിമാരോട് ചോദിച്ചത്ര, ഇതാരാ പൊട്ടിച്ചത്? ഗെയിം കളിക്കാൻ തരാത്തോണ്ട് പൊട്ടിച്ചായിരിക്കൂലേ? സത്യം പറയും. ഇല്ലാന്നാ കള പറയുന്നു. സത്യം പറയടാ, പിന്നെ ആരാ പൊട്ടിക്കേണ്ടത്? അപ്പോൾ എന്നോട് ഈ അനുഭവം പറയുന്ന സുഹൃത്തിൻ്റെ മോനുണ്ട്, ചെറുതാണ്. അതെന്തായാലും പൊട്ടിക്കാൻ വകുപ്പില്ല, കാരണം തട്ടിൻ്റെ മേലെയാണ് ഈ ടാബ് വെച്ചേക്കണത്. എന്തായാലും കയ്യെത്തൂല. പിന്നെ ആരാ പൊട്ടിക്കേണ്ടത്? നിങ്ങളല്ല. ഞാൻ പൊട്ടിക്കാനാ? പിന്നെ ഈ ചോട്ട മോന് പൊട്ടിക്കാൻ? ഇവൻ എന്തായാലും പൊട്ടിക്കൂല. സത്യം പറയും. നമ്മളല്ലാന്നാ. ഓൻ പൊട്ടിച്ചിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞത്? രണ്ടാളോട് നല്ലോണം ചൂടായി. മോൻ പൊട്ടിച്ചിനാ? പൊട്ടിച്ചു. ഈ പൊട്ടിച്ചു? എങ്ങനെ പൊട്ടിച്ചു? ആ ബാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൂള് വെച്ചിട്ട് കയറിയപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് ടാബ് ആമ്പടാ. നീയാ പൊട്ടിച്ച്? എനിക്ക് വെറുതെ ഇത്താത്തന്നെ പറയുന്നു. പാവം. നീ എന്താ ഉമ്മാമ്മനോട് സത്യം പറയണത്? ഉമ്മാമെല്ലാം മിന്നാന്ന് പറഞ്ഞ ജീലാനി തങ്ങളൊന്നും ആരോട് കളവറിയല്ല. യെസ്, മുഹിയദ്ദീൻ മല പാടുന്ന വീട്ടിൽ ജീവനുണ്ട്. പണ്ട്, നൂറ്റാണ്ടുകൾക്കും വളരെ പണ്ട്, ബഗ്ദാദിലെ ഷെയ്ഖ് പറഞ്ഞു, എൻ്റെ ഉമ്മ പറഞ്ഞനെ ആരോട് കളവറിയല്ലേ മോനെ. ആ വാക്ക് ഖിയാമത്ത് നാൾ വരെ നന്നാവണമെന്ന് വിചാരിക്കുന്നവർക്ക് തർബിയത്തിൻ്റെ വാക്കാണ്.
അതാണ് അതാണ് സത്യം. അതാണ് ഗസാലി ഇമാം റഹിമഹുല്ലാഹി ഹിയയിൽ പറഞ്ഞത്, നിങ്ങൾ കുട്ടികൾക്ക് സ്വാലിഹീങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കും, അവർ നന്നാകും. അതിന് ഉമ്മാക്ക് സമയം ഉണ്ടാവണം. രാത്രി വാട്സപ്പിൽ നിന്ന് ഓൺലൈൻ മജ്ലിസിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ അവരെ ചേർത്ത് പിടിച്ച് 3, 4, 5 വയസ്സൊക്കെയുള്ള കുഞ്ഞു മക്കളുടെ മനസ്സിലേക്ക് ശേഖിനെ അറിയാമോനെ അങ്ങനെ ഒന്ന് നിങ്ങൾ നല്ല രസത്തിൽ പറഞ്ഞു നോക്കി. ലിയൻ അരിസഫീഹി ഹുബ്ബ സ്വാലിഹീൻ, ഇഹ്യാഉലുദ്ദീൻ്റെ വാക്ക, സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് ആ കുട്ടീൻ്റെ മനസ്സിൽ തറക്കും. പിന്നെ ആ കുട്ടി ബദർ മൗലിദ് ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോൾക്ക് ശിർക്കായിട്ട് വരില്ല. കാരണം ആ കുട്ടിക്കറിയാം ഇതാണ് ഇസ്ലാം. അതാണ് കാരണം. ചെറുപ്പത്തിൽ സ്വാലിഹീങ്ങളുടെ കഥ പറഞ്ഞു ഉമ്മമാരതിന് സമയം കണ്ടെത്തും. ഉപ്പമാർക്കത് കഴിയൂല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഉപ്പമാര് ജോലി, പ്രയാസം, തളർച്ച, വിയർപ്പ് എല്ലാം കൂടിയായിട്ടാണ് വരിക. അന്നേരമായിട്ടൊരു കുട്ടി ഉപ്പ ഒരു കഥ, അവൻ്റെ കഥ അന്നേരം തന്നെ കഴിയാൻ സാധ്യതയുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ഓരെ ഏൽപ്പിക്കരുത് എന്നാണ്, ആ കമ്മിറ്റിയിൽ ഉപ്പാനിടരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പകരാവില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ലീവുള്ള സൂപ്പ പറഞ്ഞു കൊടുത്തോട്ട്. ഉമ്മമാർ കഥയുള്ളവരാവണം. കഥയുള്ള പെണ്ണിനെ തന്നെ കെട്ടാനും പറ്റുള്ളൂ. മിസ്സടിയും കണ്ണടിയും അല്ല പ്രപ്പോസലിൻ്റെ മാനദണ്ഡമാവേണ്ടത്. പെണ്ണ് കെട്ടുമ്പോൾ ഫൽഫർ ബിദാത്തിദ്ദീൻ, കഥ ഉള്ള പെണ്ണിനെ തന്നെ കെട്ടണം. കഥ വേണം, അതാണ് വേണ്ടത്. കഫുല്ലതാ, എന്നെ കൊണ്ട് ആരും ബുദ്ധിമുട്ടരുത് എന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ. അപ്പം നമ്മൾ ഒരു പള്ളി കയറിയിട്ട് ഒന്നു കൊടുക്കുകയാണ്. 15 പൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ പൈപ്പിൽ നിന്ന് ഒന്നു കൊടുക്കുമ്പോൾ ഹോളാക്കിയിട്ട് തുപ്പിയാൽ 14 ആളും അത് കണ്ടിട്ട് അസ്വസ്ഥപ്പെടും. അതല്ല നീ ചെയ്യേണ്ടത്. പിന്നെന്താ ചെയ്യേണ്ടത്? ആ 15ാമത്തെ പൈപ്പിൻ്റെ അടുത്തൊരു ദ്വാരമുണ്ട്, താഴേക്ക് പോകുന്നു, അവിടെ മെല്ലെ പോയിട്ട് തുപ്പുക. 8ാമത്തെ പൈപ്പ് ഒന്നു കൊടുക്കുമ്പോൾ മൂക്ക് വീണാൽ ആ ബാക്കിയുള്ളവർക്കൊക്കെ അത് കണ്ടിട്ട് ഒരു വിഷമാവും. വേണ്ട മോനെ, നീ ഒരു സൈഡിൽ നിന്ന്. അതുകൊണ്ടല്ലേ ഇസ്ലാമിൽ തുമ്മുമ്പോൾ പരമാവധി സൗണ്ട് കുറച്ചിട്ടാണ് തുമ്മേണ്ടത്. വായൊക്കെ കൈവെക്കണം, ഹാൻഡ് കർച്ചീഫ് വെക്കണം. അതൊക്കെ സുന്നത്തായത്. എന്തുകൊണ്ടാണ്? കോട്ട് വായിടുമ്പം വരെ പറ്റുമോ ഇസ്ലാമിന്? പറ്റൂല. അതൊക്കെ ഈ ബിലീസിന് ഇഷ്ടപ്പെട്ടതാണ്. നമ്മളൊന്നും കൂടി നമ്മളൊന്നും ഈ അറാബികളാവുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരെല്ലാം പള്ളിയിൽ നിന്ന് 1ാം സഫിന്ന് ഫോണ് സൈലൻ്റ് ആക്കാൻ അറിയില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് ഫോൺ ഉപയോഗിക്കരുത്. കാര്യത്തിൽ 1ാം സഫിന്ന് എത്ര ആളുടെ നിസ്കാരാണ് ഈ ചങ്ങായി കളയുന്നവരെ, എത്ര ആൾക്കാരുടെ. എന്നിട്ട് ഫോൺ എടുത്താലോ തനി അറാബികളാണ്. 1ാം സഫിന്ന് 10-100 ആളുടെ ആലോ ആ പരിപ്പല്ല എന്തെന്ന് പറയേണ്ടത്, എത്തപ്പോ പറയാ, എത്ര ആളിത് കേൾക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഒരു സൈലന്റ് ലൈഫ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും കൂക്കി വിളിക്കാറുണ്ടോ? ഇല്ല. ദൂരത്തുള്ള ഒരാളെ തങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ തങ്ങളെന്നെ അടുത്ത് പോയിട്ട് വിളിക്കും. അല്ലെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് പറയും ഒന്ന് വിളിച്ചു വന്നിട്ടെ. അങ്ങനെയാണ് തങ്ങൾ ചെയ്യുക. ഇസ്ലാമിന് ഭയങ്കര സൗന്ദര്യമാണ്. നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗന്ദര്യം.